വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ നോ കോൺടാക്ട് സിറ്റുവേഷൻ നിൽക്കുന്ന വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സഡൻ എക്സ്പെക്റ്റേഷൻ വെക്കാമോ ഒരു കോൺടാക്റ്റ് എന്നുള്ളൊരു ടൈം ലൈൻ നമുക്ക് ഈ റീഡിങ്ങിലൂടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു ഫൈനൽ ഔട്ട്കം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ തുടരുമോ ഒരു ബ്രേക്ക് വരുമോ എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന എനർജീസ് സ്വീകരിക്കുക. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എന്തായാലും റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് എനർജിയിൽ ഇവിടെ ഒരു സ്റ്റബേൺനെസ് കാണുന്നുണ്ട്. പല പിടിവാശികൾ അല്ലെങ്കിൽ സ്വന്തം ഒരു പവർ സ്ട്രഗിൾ പോലെയാണ് ഇവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ പരസ്പരം വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു എനർജീസ് ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് താന്നു കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ പറയുന്ന കാര്യമാണ് ശരി അല്ലെങ്കിൽ അതുപോലെ മുന്നോട്ട് പോകണം മറ്റൊരാൾ എന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കർക്കശം പിടിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് എനർജി ആയിട്ട് കാണുന്നത്. ഒരു ഡോമിനേറ്റിംഗ് നേച്ചറിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറൻറ്റ് എനർജി നോക്കാം. നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ കറൻറ്റ് എനർജി ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി കുറച്ചും കൂടി നർച്ചറിങ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു മോഡിലല്ല ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത്. കുറച്ചും കൂടി ഇമോഷണലിയേക്കാളും കൂടുതലായിട്ട് ആ വ്യക്തി ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കുറച്ചും കൂടി പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി എക്സ്പ്രസീവ് മോഡിലല്ല നിങ്ങളുടെ ഒരു പേഴ്സണിൻ്റെ ഒരു കറൻറ്റ് എനർജിയുടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറല്ലെങ്കിൽ അവരിപ്പോൾ പ്രയോറിറ്റീസ് കൊടുക്കുന്നത് പ്രാക്ടിക്കലായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ഫാമിലിക്ക് ഇമ്പോർട്ടൻസും കാര്യങ്ങളും കൊടുത്തുകൊണ്ടുള്ളൊരു മൂവ്മെൻറ്റാണ് അവർ ഇപ്പോൾ എടുക്കുന്നത്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഒരു ഫ്യൂച്ചറിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയിലാണ് ആ വ്യക്തിയുടെ ഇപ്പോൾ ഒരു മോഡ് നിൽക്കുന്നത്. എന്താണ് ഇതിലൊരു ബ്ലോക്കേജസ് നോ കോൺടാക്ട് സിറ്റുവേഷനായി നിൽക്കാൻ ഇപ്പം എന്താണ് ഒരു കോൺടാക്റ്റിന് പോകാനുള്ളൊരു ബ്ലോക്കേജസ് നോക്കാം. ഇവിടെ റിലേഷൻഷിപ്പിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ നോ കോൺടാക്റ്റിൽ പോകാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ഡിലേ ആക്കാനായിട്ട് റീസൺ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതൊരു റിലേഷൻഷിപ്പ് തന്നെ ആകണമെന്നില്ല. അവരുടെ ഫാമിലി ആയിരിക്കാം, അവരുടെ സോഷ്യൽ പ്രഷേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സർക്കിളായിരിക്കാം, അവരുമായിട്ട് കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ പല ഉപദേശങ്ങളായിരിക്കാം. അപ്പോൾ ഇതവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ തീരുമാനത്തെ ദീർഘിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് അവർ ഇടയ്ക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് വീണ്ടും മാറുന്നുണ്ട്. അവരുടെ മനസ്സ് അതിനനുസരിച്ചിട്ടൊരു ചുറ്റുമുള്ള ആൾക്കാർ ഇൻഫ്ലുവൻഷ്യൽ ആകുന്നുണ്ട് അവരുടെ കാര്യത്തിൽ. അപ്പോൾ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ ദീർഘിക്കാനുള്ള കാരണം ഇവിടെ ഒരു മൂന്നാമതൊരാൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് തന്നെ ആകണമെന്നില്ല. അവരെടുക്കാനുള്ളൊരു ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ അവരെടുക്കാനുള്ളൊരു ആക്ഷൻ എന്തിനാണ് സാധ്യത എന്ന് നോക്കാം. അവരിപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നോ കോൺടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതൊരു ഫ്യൂച്ചർ ലോങ് പോകുന്ന ഒരു കാര്യമായിട്ട് കാണുന്നില്ല. അവർ നിങ്ങളിപ്പോൾ ഒരു കോൺടാക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഇമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കോൺടാക്റ്റ് നിങ്ങളിൽ വരാണെങ്കിൽ അതൊരിക്കലും ഒരു ട്രൂത്ത്ഫുള്ളായിട്ടും സിൻസിയറായിട്ടുള്ളതാകില്ല. അവർ പല കാര്യങ്ങൾ അറിയാനായിട്ടും അവരവരെ ഇമോഷണലി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അവരൊരിക്കലും അത് പല കാര്യങ്ങൾ പറയാനുള്ളത് അവർക്ക് പറയണം എന്നുള്ളതും നിങ്ങളിൽ നിന്ന് അറിയാനുള്ള കാര്യങ്ങൾ എടുക്കുക. അവരൊന്നും കാര്യങ്ങൾ വിട്ട് പറയാനുള്ളൊരു സാധ്യത ഇവിടെ ഇല്ല. അതൊരു സിൻസിയർ മൂവായിട്ടും നിങ്ങളത് എടുക്കണ്ട. ഇപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺടാക്ട് സിറ്റുവേഷൻ അവരുടെ ഭാഗത്തു നിന്ന് വരാണെങ്കിൽ അവർക്ക് അറിയേണ്ട പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ വരുന്ന ഒരു ഇതാണ്. അവരെപ്പോഴും അവർ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇമോഷണൽ വൈസ് അവരൊരു ബൗണ്ടേഷൻ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു സാധ്യത. ഒരു ടൈം ലൈൻ നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം അവരുടെ ഒരു കോൺടാക്ട് സിറ്റുവേഷൻ ആകാൻ എപ്പോഴാകും എന്ന് നോക്കാം. ഓക്കെ, കോൺടാക്ട് സിറ്റുവേഷൻ ആകാനായിട്ട് ഇവിടെ ഒരു സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ
ഇതിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് പീരീഡിൻ്റെ ആവശ്യമാണ് ഇവിടെ കാണുന്നത്. ഒരു ടൈം ലൈൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ട. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ചധികം ആഴ്ചകൾക്ക് ശേഷം മാത്രം നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നൊരു കോൺടാക്ട് സിറ്റുവേഷൻ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. കാരണം കാലതാമസം ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. നോ കോൺടാക്ട് സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ലോങ് പോകുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ഹീലിംഗ്, ഇമോഷണൽ ഹീലിംഗ് 2 വ്യക്തികൾക്കുള്ള ഒരു ആവശ്യമുണ്ട്. എന്നാണോ ഒരു ഇമോഷണൽ ഫീലിംഗ് കംപ്ലീറ്റ് ആകുന്നത് അന്നായിരിക്കും നിങ്ങളുടെ ഒരു കോൺടാക്ട് സിറ്റുവേഷൻ പോകുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം നോക്കാം ഈ റിലേഷൻഷിപ്പിൻ്റെ. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം എന്ന് പറയുമ്പോൾ 8 ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് ഒരു പ്രാവശ്യം ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഇല്ലാതെ നിൽക്കുന്നതാണെങ്കിൽ മൂവ്മെൻറ്റ് വന്ന് തുടങ്ങുമ്പോൾ അത് പെട്ടെന്നുള്ള കാര്യങ്ങളായിരിക്കും. പെട്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്നുള്ളൊരു മെസ്സേജ്, കോൾ, അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ മൂവ്മെൻറ്റായി പോകുന്ന ഒരു ബന്ധമായിട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ബ്ലോക്കേജസ് ഇതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഫ്യൂച്ചർ നീണ്ടു പോകുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല നമുക്ക് ഈ റീഡിങ്ങിൽ. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു കോൺടാക്ട് സിറ്റുവേഷൻ വരാൻ ഈസി അല്ല, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റും ആകില്ല. കുറച്ചധികം വീക്സ് അല്ലെങ്കിൽ മന്ത്സ് തന്നെ എടുക്കും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റിലയബിളായ രീതിയിലൊരു കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഒരു കോൺടാക്ട് സിറ്റുവേഷൻ വരാൻ. ഇൻ ബിറ്റ്വീൻ സഡൻ അവർ വരാണെങ്കിൽ തന്നെ അത് അവരൊരു ഇമോഷണൽ ബൗണ്ടേഷൻ വെക്കാത്ത രീതിയിലുള്ളൊരു കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും. അവരെപ്പോഴും ഒരു ബൗണ്ടേഷൻ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും അവർ സംസാരിക്കുക. അതൊരിക്കലും ട്രൂത്ത്ഫുള്ളോ അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ളൊരു അപ്രോച്ച് ആയിരിക്കില്ല അവരുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ പോകുന്ന വ്യക്തികൾക്ക് കോൺടാക്ട് സിറ്റുവേഷൻ ആകാൻ എപ്പോൾ ആകും എന്നുള്ളൊരു കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.